കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome back to IGNO Focus 4.4. IGNO മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് COE 140 ബികോമിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ പേപ്പറിന്റെ പേര് വരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് ഇനി നെക്സ്റ്റ് എക്സാം, നിങ്ങൾക്ക് ഏതായാലും എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജൂൺ 2025 സൈക്കിളിന്റെ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടി നമുക്ക് എക്സാമിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പേപ്പർ നോക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പ്രീവിയസ് ഇയറിലൊക്കെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്, എത്ര തവണ അത് ചോദിച്ചിട്ടുണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് ആണോ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ആണോ അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നത്, അത് എത്ര ടൈം നമുക്ക് ചോദിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രോബിലിറ്റിയും കൂടെ നമ്മൾ പറയുന്നുണ്ട്. എത്ര ചോദിക്കാൻ എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ട്, ഒരു പ്രഡിക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രോബിലിറ്റി പറഞ്ഞിട്ടുണ്ട്, പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ഈ ഒരു ജൂൺ 2025 ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ ആൻസർ കീ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാത്രമല്ല അതിന്റെ ആൻസേഴ്സും അവൈലബിൾ ആണ്. പക്ഷെ ആൻസേഴ്സ് അവൈലബിൾ ആവുന്നുണ്ടാവുക നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് മാത്രമായിരിക്കും. നമ്മൾ ലേൺവൈസിന്റെ ലേണേഴ്സിനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മെത്തഡോളജി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോ തുടർച്ചയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. നമുക്കിപ്പോ ഒരു 4-5 സൈക്കിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഒരു അനാലിസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോ ആ ഒരു പാറ്റേണും ട്രെൻഡും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരു പേപ്പറിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഏതാണ് കൂടുതൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പേപ്പർ പാസ്സായി പോകാനായിട്ട് പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത മിക്ക ലേണേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനലൈസ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊരു റോഡ് മാപ്പ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എത്ര തവണ വന്നു, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഏതൊക്കെ ബ്ലോക്ക് നിന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റ് നിന്നാണ് ചോദിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു അനാലിസിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസ് എല്ലാം നമ്മൾ ഇതിന്റെ പറയുന്നത് എക്സാം റെലവൻസോടുകൂടി തന്നെയാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഹൈലി റെലവൻസി, മീഡിയം റെലവൻസി, ലോ റെലവൻസി എന്നൊക്കെയുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഹൈലി റെലവൻസ് എന്ന് യൂസ് ചെയ്യാനുള്ള കാരണം
ഒരു 10 അല്ലെങ്കിൽ എബൌട്ട് 10 ടൈം, ഒരു 10ൽ കൂടുതൽ ടൈം ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ഹൈ റെലവൻസ് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മീഡിയം റെലവൻസ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു 5 to 9 അപ്പിയറൻസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 to 9 ടൈം അത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ലോ റെലവൻസ് ആണ് പറയുന്നതെങ്കിൽ 5ൽ താഴെയാണ് ചോദിച്ചിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ റെലവൻസ് കാറ്റഗറിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിനെ 3 കാറ്റഗറിയിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മൾ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാർ ചാർട്ട് ആണ്. ഈ ബാർ ചാർട്ടിനകത്ത് പറയുന്നത് ഓരോ ബ്ലോക്കിനും എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2022 മുതൽ 2024 വരെയുള്ള ഒരു സൈക്കിൾ നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ഇപ്പൊ ഇത്രയും ഒരു ക്വസ്റ്റ്യൻ എടുത്ത സമയത്ത് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് 19 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇത്രയും ടൈമിൽ ഇപ്പൊ ഒരു 22 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് 19 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോവുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോവുകയാണെങ്കിൽ 24 ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ബാർ ചാർട്ട് ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് നമുക്കത് അനലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നാണ്, ബ്ലോക്ക് 2 ആണ്. ഇൻവെസ്റ്റ്മെന്റ് 24 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഫിനാൻസിങ് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് 21 ക്വസ്റ്റ്യൻസ് ആണ് മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇനി നാലാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഡിവിഡൻഡിലോട്ട് നോക്കുന്ന സമയത്ത് 16 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനകത്തുനിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ, ഈ രൂപത്തിലാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് നമ്മൾ പറഞ്ഞു. ഇനി ഓരോ ബ്ലോക്കിലും അതിന് സബ് ആയിട്ട് നമുക്ക് യൂണിറ്റുകൾ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ ഓരോ യൂണിറ്റിലും ഈ യൂണിറ്റ് വൈസ് ആണ് നമ്മൾ പറയുന്നത്. ഈ ഓരോ ബ്ലോക്ക് നമ്മൾ പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിൽ 19 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഈ 19 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അത് ഒന്നാമത്തെ ബ്ലോക്ക് മാത്രമല്ല, ഈ 5 ബ്ലോക്കിന്റെ കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ വരുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്, തേർഡ് യൂണിറ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, ഇനി ഫോർത്ത് യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഫിഫ്ത്ത് യൂണിറ്റ് വരുന്നത് സെക്കൻഡ് ബ്ലോക്കിലാണ്. സെക്കൻഡ് ബ്ലോക്കിന് ഫിഫ്ത്ത് യൂണിറ്റിൽ 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി 6th യൂണിറ്റിലാണെങ്കിൽ 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 7th യൂണിറ്റിലാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി 8th യൂണിറ്റിലാണെങ്കിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ 9th യൂണിറ്റിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസും, നമ്മുടെ നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് യൂണിറ്റിൽ നിന്ന് 10th യൂണിറ്റിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ നെക്സ്റ്റ് യൂണിറ്റിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസും, നെക്സ്റ്റ് വണ്ണിൽ 3 ക്വസ്റ്റ്യൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഫോർത്ത് ബ്ലോക്കിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് വരുന്നത് 14 യൂണിറ്റ് ആണ്. അതിനകത്ത് നിന്ന് 5 ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് 15 4 ക്വസ്റ്റ്യൻസ്, 16th യൂണിറ്റിനാണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് 17th യൂണിറ്റ് ആണ്. അതിനകത്തുനിന്ന് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് 4 യൂണിറ്റുകൾ അവൈലബിൾ ആയിരുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് ബ്ലോക്കിലെ സെക്കൻഡ് ലാസ്റ്റ് യൂണിറ്റിനകത്ത് നിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇതിന്റെ ക്വസ്റ്റ്യൻസ്, ഓരോ യൂണിറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി ആ ഒരു വന്നിട്ടുള്ള നമുക്കൊരു പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മളൊരു കളറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വിഷ്വലി നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 7+10 ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഹൈലി നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഡാർക്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ കളർ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് മീഡിയം ലൈറ്റ് എന്നുള്ള രൂപത്തിലോട്ട് നമ്മളതിനെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ബ്ലോക്കിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് നല്ല ഡാർക്ക് കളർ കിടക്കുന്ന ഏത് യൂണിറ്റ് ആണ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. സെക്കൻഡ് ബ്ലോക്കിൽ വരുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറുണ്ട്. നമുക്ക് 7 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് 6th യൂണിറ്റിൽ നിന്നാണ്.
ഇനി തേർഡ് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് 9th യൂണിറ്റ് എന്നാണ്. ഈ ഫോർത്ത് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ഹൈലി ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഫോർത്ത് ബ്ലോക്ക് ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് മീഡിയം ലൈറ്റും ആണ് ഇവിടെ വരുന്നത്, ഫോർത്ത് ബ്ലോക്കിനകത്ത് വരുന്നത്. എന്നാൽ ഫിഫ്ത്ത് ബ്ലോക്കിനകത്ത് നമുക്ക് ഡാർക്ക്, ഏകദേശം ഒരു ഡാർക്ക് എന്ന് പറയാൻ ഇല്ല അല്ലെ. 6 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുള്ളൂ, 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ഡാർക്ക് അല്ല, എന്നാലും മീഡിയം ലൈറ്റ് ആയിട്ടാണ് അവിടെ വരുന്നുള്ളത് നമ്മുടെ ഫിഫ്ത്ത് ബ്ലോക്കിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്. നമുക്ക് ഇത് വിഷ്വലി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാനാണ്, ഏത് യൂണിറ്റ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് തന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമ്മളൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓരോ ബ്ലോക്കിലും അതുപോലെ തന്നെ ഓരോ യൂണിറ്റിലും ഏത് ടോപ്പിക്കാണ്, ഏത് പർട്ടിക്കുലർ ആയിട്ട് ഒരു ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്, അത് എത്ര തവണ ചോദിച്ചെന്നും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെലവൻസും അതിന്റെ പേരിലായിട്ട് തന്നെ നമ്മളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നേച്ചർ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത്. 7 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെലവൻസ് ഹൈയാണ് നമുക്ക് പറയുന്നത്. ഇനി ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ സെക്കൻഡ് യൂണിറ്റിലെ ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ള ഒരു ടോപ്പിക്. ടൈം വാല്യൂ ഓഫ് മണി നമുക്ക് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ റെലവൻസ് നമുക്ക് മീഡിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ബ്ലോക്കിന് തന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ സോഴ്സ് ഓഫ് ഫിനാൻസ് 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് യൂണിറ്റ് എന്നുള്ള റിസ്ക് ആൻഡ് റിട്ടേൺ കൺസെപ്റ്റ് 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയ റെലവൻസ് ആണ് ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് അഞ്ചാമത്തെ യൂണിറ്റിൽ നിന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ 6 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. മീഡിയം ആയിട്ടാണ് നമ്മൾ ഇതിന്റെ റെലവൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി 6th യൂണിറ്റ് എന്ന് പേ ബാക്കും അതുപോലെ തന്നെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ARR മെത്തേഡും കൂടെ 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഹൈ റെലവൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പേ ബാക്കും അതുപോലെ തന്നെ ARR മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി 7th യൂണിറ്റ് എന്നുള്ള നമ്മുടെ NPV, നെറ്റ് പ്രസന്റ് വാല്യൂ അതുപോലെ തന്നെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും IRRും NPVയും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ 5 ടൈം നമുക്കിത് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 5 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മീഡിയം റെലവൻസ് ആണ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്നത്. ഇനി 8th യൂണിറ്റ് ആയിട്ടുള്ള റിസ്ക് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കും 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് മീഡിയം റെലവൻസ് ആണ് കൊടുക്കാനായിട്ട് പറ്റും. ഇനി 9th യൂണിറ്റ് എന്നുള്ള ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കേട്ടോ 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഹൈ റെലവൻസ് ആണ് കൊടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ 10th യൂണിറ്റ് എന്നുള്ള വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസും ഇതും തന്നെ 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണുള്ളത്. ഇനി 11th യൂണിറ്റ് എന്നുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതും തന്നെ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ് നമുക്ക് ഇതിന് കൊടുക്കാനായിട്ട് പറ്റുക. പിന്നെ 12th യൂണിറ്റ് എന്നുള്ള ലിവറേജ് 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ലോ റെലവൻസിലാണ് വരുന്നത്. ഇനി 13th യൂണിറ്റ് എന്നുള്ള ഡിവിഡൻഡ് ബേസിസും അതുപോലെ തന്നെ പ്രൊവിഷൻസും ഇത് 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ യൂണിറ്റ് 14 എന്നുള്ള ഡിവിഡൻഡ് തിയറീസ് ഡിവിഡൻഡ് തിയറി ഒന്നുള്ള ഒരു യൂണിറ്റ് ഒരു ടോപ്പിക് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻസ് ആണ്. പിന്നെ 15th യൂണിറ്റ് എന്നുള്ള നമുക്ക് ഡിവിഡൻഡ് തിയറീസ് രണ്ടാമതായിട്ട് വരുന്ന ഡിവിഡൻഡ് തിയറീസ് 1ഉം 2ഉം വരുന്നുണ്ട്. അപ്പോൾ അത് 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ലോ റെലവൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലാസ്റ്റ് യൂണിറ്റ് 16 എന്നുള്ള ഡിവിഡൻഡ് പോളിസി എന്നുള്ള നമുക്ക് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ റെലവൻസ് ആണ് ഇതിനും വരുന്നത്.
ഇനി നമ്മുടെ 17th യൂണിറ്റിന് 5ാമത്തെ ബ്ലോക്കിലുള്ള 17th യൂണിറ്റിന് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കൺസെപ്റ്റും അതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളെല്ലാം 5 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മീഡിയം റെലവൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ യൂണിറ്റ് 18 എന്നുള്ള ഒരു ക്യാഷ് മാനേജ്മെന്റ് എന്നുള്ളത് ക്വസ്റ്റ്യൻ 5 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 19th യൂണിറ്റ് എന്നുള്ള റിസീവബിൾസ് മാനേജ്മെന്റ് എന്നുള്ളത് ക്വസ്റ്റ്യൻ 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് കൊടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ബ്ലോക്ക് 5 എന്നുള്ള 20 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻവെന്ററി മാനേജ്മെന്റ് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനും തന്നെ നമ്മൾ ലോ റെലവൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ റെലവൻസ് ഒക്കെ നോക്കിയിട്ട് മാക്സിമം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹൈയും മീഡിയം ഒക്കെ വരുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ വരുന്നതും ഇത് നോക്കിയിട്ട് തന്നെ പോവാ കേട്ടോ. ഇനി നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത്രയും നമ്മൾ പറഞ്ഞതിനകത്ത് 5 ബ്ലോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. അത് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഇത് തിയറി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രോബ്ലം ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് നോക്കിയിട്ട് തന്നെ പോവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക് ആണ്. ഇത് 2ാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 6, 7 യൂണിറ്റുകളിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും ഇതിനകത്ത് നമുക്ക് എപ്പോഴും ചോദിച്ചു കാണാറ് NPV, IRR, പേ ബാക്ക്, ARR തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, പേ ബാക്ക് പീരീഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ്. ഈ പറഞ്ഞതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസിനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രോബ്ലം സൈഡും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്നത്. അപ്പൊ ഇത് 2 രീതിയിലും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. എങ്കിലേ നിങ്ങൾക്ക് നല്ല സ്കോർ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ 1ാമത്തെ ബ്ലോക്കിൽ നിന്ന് 1ാമത്തെ യൂണിറ്റിൽ വരുന്ന ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ ഒരു ഇൻട്രൊഡക്ഷൻ ലെവലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതും തന്നെ ഹൈ ഈൽഡ് ഏരിയ ആണ്. നമുക്ക് കൂടുതലായിട്ട് നന്നായിട്ട് നോക്കി പോകേണ്ട ഒരു ഏരിയ ആണ്. ഇത് ബേസ് ആണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ആ പേപ്പർ പഠിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഇതെന്തായാലും വിട്ടു പോവാതെ കംപ്ലീറ്റ് പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം. അത് ഷോർട്ട് ആൻസർ ടൈപ്പിൽ, ലോങ് ആൻസർ ടൈപ്പിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ 2 രീതിയിലും ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഷോർട്ട് മാത്രം നോക്കാതെ ലോങ് ആൻസർ ആയിട്ടാണ് വരുന്നത് എങ്കിൽ അതിന് എത്രത്തോളം പ്രിപ്പയർ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ നന്നായിട്ട് കണ്ടന്റ് നിങ്ങൾ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ പ്രത്യേകം പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ സെഷനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹൈയും മീഡിയം ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കുന്നതാണ് നമ്മൾ ഹൈയിൽ പറഞ്ഞിട്ടുള്ളത്. മീഡിയം എന്ന് പറയുമ്പോൾ 5 to 9 ആണ് വരുന്നത്. ലോ എന്ന് പറയുമ്പോൾ 5 താഴെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് കേട്ടോ. അപ്പൊ എത്ര മാർക്കിന് ചോദിക്കുന്നു നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പൊ അത്ര മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എത്രത്തോളം നമ്മൾ എഴുതണം എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, തിയറി ക്വസ്റ്റ്യൻ ആണ് വന്നത്, essayക്കാണ് ക്വസ്റ്റ്യൻ വന്നത്, essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 820 മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെങ്കിൽ ഒരു 200 to 350 വേർഡ്സ് വരെ നിങ്ങൾ അതിനകത്ത് ആൻസർ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത്. 10 to 20 മാർക്സിനുള്ള പ്രോബ്ലം ആണ് വന്നിട്ടുള്ളത് എങ്കിൽ നന്നായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തതായിട്ട് ആ കാൽക്കുലേഷൻ നമ്മളവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 3-4 സ്റ്റെപ്സ് ആയിട്ട് തന്നെ അത് കാൽക്കുലേഷൻസ് കാണിക്കുക. ഒരു 1-2 പേജസിനകത്ത് നമുക്ക് ഇത് എഴുതി തീർക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ ഈ രൂപത്തിലാണ് ഇത് വേണ്ടത് കേട്ടോ. ഇനി ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ 5 to 10 മാർക്സിനൊക്കെയാണ് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ 5 to 10 മാർക്സിനൊക്കെ വരുന്ന സമയത്ത് ഒരു 80 to 150 വേർഡ്സ് എങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി കൺസെപ്റ്റ് ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഇപ്പൊ 2 ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു 5 to 8 മാർക്സിനൊക്കെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവാം. ഈ പറഞ്ഞതുപോലെ തന്നെ 80 to 120 വേർഡ്സിനൊക്കെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടേബിളിൽ പോയിന്റ് ഔട്ട് എഴുതുന്നത് നല്ലതായിരിക്കും. നമുക്ക് പ്രത്യേകം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇനി കേസ് സ്റ്റഡി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് വരുന്നത് എങ്കിൽ ഒരു മേ ബി 8 to 12 മാർക്സിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ട്. റെയർ ആയിട്ടായിട്ട് നമുക്ക് കേസ് സ്റ്റഡീസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ചോദിക്കുക 8 to 12 മാർക്സിനായിരിക്കും. അതുപോലെ തന്നെ 150 വേർഡ്സ് to 250 വേർഡ്സ് വരെയെങ്കിലും നമ്മളിത് എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം.
പിന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഒരു 1-2 മാർക്സിനൊക്കെ ഇത് ചോദിക്കുള്ളൂ. ഇത് വെരി റയർലി ആണ് കേട്ടോ. ഇത് അങ്ങനെ ചോദിച്ച് കാണാറില്ല. റയർ ക്വസ്റ്റ്യൻ ആണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക് അല്ലെങ്കിൽ MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1-2 ലൈനിനകത്ത് എഴുതിയാൽ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊന്നും വേണ്ട. ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം മതിയാകും. ഓക്കെ. ഇനി നമുക്ക് കൂടുതൽ വരുന്ന നമുക്ക് ക്വസ്റ്റ്യന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ തിയറിക്കാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ നമ്മുടെ ടേബിളിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള 820 മാർക്സിനാണെങ്കിൽ 200 to 350 വേർഡ്സ് എങ്കിലും എഴുതുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ 1-2 പേജിനകത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഭയങ്കര ലെങ്ത് ആയിട്ട് അങ്ങ് പോകണ്ട. പക്ഷേ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചുകൊണ്ട് തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു 5 to 10 ആയിരിക്കും നമുക്ക് മാർക്സ് വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു 80 to 150 വേർഡ്സിനകം നമ്മളത് എഴുതി തീർക്കുക. പിന്നെ കൺസെപ്റ്റ് ഡിഫറൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടേബിളൊക്കെ ഒന്ന് വരച്ചിട്ട് നമുക്കൊന്ന് ബുള്ളറ്റ് പോയിന്റ് ഒക്കെ ഇട്ടിട്ട് എഴുതാണെങ്കിൽ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എഴുതുന്ന പോയിന്റ് ഔട്ട് എഴുതിട്ട് തന്നെ എഴുതുക. ടേബിളൊക്കെ വരച്ചിട്ട് എഴുതുമ്പോൾ അതിൻ്റെതായ മാർക്ക് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. അത് ബ്ലോക്ക് വൈസ് തന്നെ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷന് ഏകദേശം ഒരു 16 മാർക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. 16 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതുവരെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഫസ്റ്റ് ബ്ലോക്ക് 16 മാർക്ക് 16% മാർക്സ് ഏതിൽ നിന്നുള്ളതാണ് ഫസ്റ്റ് ബ്ലോക്ക് എന്നാണ്. സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനകത്ത് 24 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 24% എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് ബ്ലോക്ക് 2 നിന്നാണ് വരുന്നത്. ഈ ബ്ലോക്ക് 3 പോകുമ്പോൾ ഫിനാൻസിങ് ഡിസിഷൻ ആണ് 21 മാർക്സിനാണ് ചോദിച്ചത്. 21% ഫിനാൻസിങ് ഡിസിഷൻ എന്നുള്ള ബ്ലോക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 4 ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. അത് 18 മാർക്സിനാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് 18% ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 4 എന്നാണ് വരുന്നത്. പിന്നെ ബ്ലോക്ക് 5 വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇത് 21 മാർക്സ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 21% മാർക്സ് ഉള്ളത് വരുന്നത് നമുക്ക് എവിടെ നിന്നാണ്? ബ്ലോക്ക് 5 നിന്നാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ടേബിൾ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഓരോ ബ്ലോക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി അതിന്റെ ഒരു വിഷ്വലി നിങ്ങൾക്ക് സംവിധാനം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എത്ര മാർക്കിൽ വന്നു എന്നുള്ളതാണ്. ഇപ്പൊ ജൂൺ 2022 എടുക്കുന്ന സമയത്ത് എസ്സേ ടൈപ്പ് 38% ആണ് വന്നിട്ടുള്ളത്. ന്യൂമറിക്കൽ ആണെങ്കിൽ പ്രോബ്ലം ആണെങ്കിൽ ന്യൂമറിക്കൽ പറഞ്ഞിട്ടോ, പ്രോബ്ലം ആണെങ്കിൽ 30% വന്നിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് 20% ആണ്. പിന്നെ ഡിഫറൻസിന്റെ ക്വസ്റ്റ്യൻസ് 12% വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഡിസംബർ 22 പോകുന്ന സമയത്ത് 36 എസ്സേ ടൈപ്പ് 38 ഉണ്ടായിരുന്ന 36 ആയിട്ട് മാറി. ന്യൂമറിക്കൽ കൂടി വരികയാണ്. 30 ഉണ്ടായിരുന്ന 32 ആയി. ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 20 ഉണ്ടായിരുന്നത് 19 ആയി. ഡിഫറൻസിന്റെ ആണെങ്കിൽ 12 ഉണ്ടായിരുന്നത് 13% ആണ്. ഈ ജൂൺ 23 ആയപ്പോഴേക്ക് എസ്സേ ടൈപ്പിൽ ചെറിയൊരു വേരിയേഷൻ 37 ആയിട്ട് വന്നു. ന്യൂമറിക്കൽ ആണെങ്കിൽ 33 ആയി. കൂടിയിട്ടുണ്ട്. പ്രോബ്ലം വരുന്നത് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഷോർട്ട് നോട്ട്സ് വരുന്നതാണെങ്കിൽ 18% ആയി. കൺസെപ്ച്വൽ ഡിഫറൻസ് 12% ആയി. ഈ ഡിസംബർ 23 ആയപ്പോഴേക്ക് 38 ഉണ്ടായിരുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 35 ആയിട്ടുണ്ട്. ന്യൂമറിക്കൽ ആണെങ്കിൽ 36 ആയി. നല്ലൊരു വേരിയേഷൻ വരുന്നുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 17 ആയി. ഡിഫറൻസ് എന്താണെങ്കിൽ 12 തന്നെയാണ്. ഡിഫറൻസിൽ അങ്ങനെ വലിയൊരു വേരിയേഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. 12 അല്ലെങ്കിൽ 13 തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ജൂൺ 24 വരുന്ന സമയത്ത് എസ്സേ ടൈപ്പ് 34 ആയി. പ്രോബ്ലംസ് ആണെങ്കിൽ 37 ആയി. ഷോർട്ട് നോട്ട് ആണെങ്കിൽ 17 ആയി. ഡിഫറൻസ് 12 തന്നെയാണ്. ഡിസംബർ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഡിസംബർ സൈക്കിളിലെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ
24-ലെ December 24-ലെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നത് 33% ആണ്. എന്നാൽ പ്രോബ്ലം സൈഡ് വന്നിട്ടുള്ളത് 38% ആണ്. ഷോർട്ട് നോട്ട് വന്നിട്ടുള്ളത് 16%, ഡിഫറൻസിന്റെ ക്വസ്റ്റ്യൻ 13 ആണ്. അപ്പൊ ഈ ഒരു വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് എസ്സേയുടെ അളവ് കുറയുന്നു, പ്രോബ്ലം സൈഡ് കൂടുന്നു എന്നുള്ള രേഖ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ദാറ്റ് മീൻസ് ചെറിയൊരു വേരിയേഷൻ ഇനിയും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു വേരിയേഷൻ എസ്സേ ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എത്രയാണ്, ഷോർട്ട് നോട്ട്സ് എത്ര, കൺഫ്യൂഷൻ ഡിഫറൻസ് എത്രയാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ജൂൺ 22 മുതൽ ഡിസംബർ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടുള്ളൊരു പാറ്റേണിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് തന്നെ ഒന്ന് നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. 30 ഉണ്ടായിരുന്നത് 38 ആയിട്ടുണ്ട്. ഏതിൻ്റെത്? നമ്മുടെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെയാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ആ ടേബിൾ ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് ഇവിടെ ഈ തന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ പ്രിപ്പറേഷൻ ടിപ്സ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് നമുക്ക് വരുന്നത് എങ്കിൽ ഒരു 35 to 38% വെയിറ്റ് ഒക്കെ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് 35 to 38 മാർക്സിനൊക്കെ ഉള്ള ന്യൂമറിക്കൽ പ്രോബ്ലം സൈഡ് ആണ് നമുക്ക് തരുന്നത്. ഈ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ നമുക്ക് നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാം. നമുക്കറിയാം ആകെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 180 മിനിറ്റ്സ് ആണ് വരുന്നത്. ഈ സമയത്തിനകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ എങ്ങനെ ഇതിന് അറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ 180 മിനിറ്റ്സിനകം തന്നെ എക്സാം എഴുതി തീർക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പ്രോബ്ലം ചോദിച്ചു, ഒരു 35 മുതൽ 38 മാർക്കിനുള്ള പ്രോബ്ലം ആണ് ചോദിച്ചതെങ്കിൽ ഒരു 60 മിനിറ്റ് കൊണ്ട് എന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾ അത് മാക്സിമം കവർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ആവുന്നില്ലെങ്കിൽ ഒരു 65 മിനിറ്റിനകം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഒരു 33 മുതൽ 36 മാർക്കിൽ വരെയുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു 1 മണിക്കൂറിനകം തന്നെ അത് എഴുതി തീർക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ ഷോർട്ട് നോട്ട്സ് ഒരു 16 to 19 മാർക്സിനൊക്കെ ആയിരിക്കും നമുക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ അത് തന്നെ ഒരു അരമണിക്കൂറിനകം ഇത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ടൈം നമ്മൾ തന്നെ വെക്കുക. ഇപ്പൊ എത്രയാണ്, അപ്പോൾ ഇന്ന ടൈം ആകുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു ഭാഗം എഴുതി തീർക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടി നമ്മളത് പോവാം. അതേപോലെ തന്നെ ഈ ഡിഫറൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. 12 മുതൽ 13 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അതൊരു 20-25 മിനിറ്റിനകം തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ രൂപത്തിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 3 മണിക്കൂറോളം കൊണ്ട് തന്നെ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊരു ബ്ലോക്കും യൂണിറ്റ് ടോപ്പിക് വൈസ് നമ്മളൊന്ന് അനലൈസ് ചെയ്താണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത് വരുന്നത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡിസ്കസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അത് 7 തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. റിസ്ക്കും റിട്ടേണും നമുക്കത് എക്സാമ്പിൾ സഹിതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 6 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടൈം വാല്യൂ ഓഫ് മണി ഇലിസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ ഓർ കാൽക്കുലേഷൻ. അത് നമ്മൾ എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ഒരു കാൽക്കുലേഷൻ ഒക്കെ ഇട്ടിട്ട് തന്നെ എക്സാമ്പിളോട് കൂടി തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. 6 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഡിസ്കസ് ദ സ്റ്റെപ്സ്, സിഗ്നിഫിക്കൻസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ടെക്നിക്സും അതുപോലെ സിഗ്നിഫിക്കൻസും അതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാനാണ് 6 ടൈംസ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നും അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സും എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 6 ടൈംസ് ആണ് ഇത് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ടൈപ്സും അതുപോലെ തന്നെ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതും 7 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ഡിവിഡൻഡ് പോളിസീസ്. ഡിവിഡൻഡും അതുപോലെ തന്നെ ഡിവിഡൻഡ് പോളിസീസും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസീസ് നമ്മളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 ടൈംസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ആണ്. ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ അതുപോലെ തന്നെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും ഇതിനെ കുറിച്ചുള്ള നോട്ട്സ് ആണ്. 6 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി 10th ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ഡിഫൈൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്
നെറ്റ് ഇൻകം, അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, അതുപോലെ തന്നെ ട്രഡീഷണലും MM എല്ലാം വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതും 6 മാർക്സിന് 6 ടൈം ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നോക്കി പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് നമ്മൾ തന്നിട്ടുള്ളത്. അത് നമുക്ക് തന്നിട്ടുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുണ്ട്, ഏത് യൂണിറ്റിന് ഏത് ബ്ലോക്കിന്ന്, അതേപോലെ തന്നെ എത്ര തവണ ഇത് ചോദിച്ചിട്ടുണ്ട്, ഏകദേശം നമുക്ക് എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവും ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് ഒന്നാമത്തെ യൂണിറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 7 ടൈംസ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതും 12 മാർക്സിനാണ് ഏകദേശം മാർക്ക് വരുന്നത്. ഇനി റിസ്ക് ആൻഡ് റിട്ടേൺ കൺസെപ്റ്റ് ആണ്. അതും ബ്ലോക്ക് 1 തന്നെയാണ്. യൂണിറ്റ് 4ലാണ് ചോദിച്ചിട്ടുള്ളത്. 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ടൈം വാല്യൂ ഓഫ് മണി ഇത് എക്സാമ്പിൾ ആണ്. ടൈം വാല്യൂ ഓഫ് മണി എന്താണോ അത് എക്സാമ്പിൾ സഹിതം എഴുതാനാണ്. അതും ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ്, പക്ഷെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിനാണ്. ആവറേജ് മാർക്സ് വരുന്നത് 10 മാർക്സ് ആണ്. പിന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇതിന്റെ സ്റ്റെപ്സ്, സിഗ്നിഫിക്കൻസ്, ടെക്നിക്സ് ഇത് തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 5ഉം 7ഉം രണ്ടും വരുന്നത്. ഇത് 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മാർക്ക് ആണെങ്കിൽ ഏകദേശം ഒരു 12 മാർക്സ് വരെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ ക്വസ്റ്റ്യൻ, ഷോർട്ടും അതുപോലെ തന്നെ ലോങ് ടേം ഫിനാൻസിന്റെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ്, പക്ഷെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്നാണ് വരുന്നത്. 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്സിനായിട്ട് തന്നെയാണ്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. 10 മാർക്സിനാണ് എന്നിട്ട് ആവറേജ് മാർക്സ് ആണ് നമ്മൾ പറയുന്നത്. ആവറേജ് ഈ ഒരു ക്വസ്റ്റ്യൻ ചിലത് ഷോർട്ട് ആൻസറിലായിരിക്കും, ചിലത് എസ്സേയിലായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു ആവറേജ് എടുത്തിട്ടായിരിക്കും നമ്മൾ മാർക്ക് പറയുന്നുണ്ടാവും. അങ്ങനെ ഒരു ആവറേജ് മാർക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീനിങ്ങും അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് 3ാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ യൂണിറ്റിലാണ് ഇത് വരുന്നത്. 6 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 12 മാർക്സിനാണ് ഏകദേശം ആവറേജ് മാർക്സ് ആയിട്ട് വരുന്നത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതിന്റെ കൺസെപ്റ്റ്, ടൈപ്സ്, ഡിറ്റർമിനൻസ് ഒക്കെ ഉള്ളതാണ്. ബ്ലോക്ക് 5 നിന്നാണ്. യൂണിറ്റ് 17ലാണ് ഈ ടോപ്പിക് വരുന്നത്. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഒരു ആവറേജ് മാർക്ക് ആയിട്ട് 12 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് പോളിസീസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ബ്ലോക്ക് 4 എന്നുള്ളതാണ്. ബ്ലോക്ക് 4ലെ യൂണിറ്റ് 13നും 16നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 ടൈംസ് ആണ് ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിനും ആവറേജ് മാർക്ക് 10 മാർക്സ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ പ്രസന്റ് വാല്യൂ അതുപോലെ തന്നെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ തമ്മിലുള്ള ഇതിന്റെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അത് 2ാമത്തെ ബ്ലോക്കിൽ 6ഉം 7ഉം യൂണിറ്റിലാണ് ഇത് വരുന്നത്. 6 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് നമുക്കൊരു ആവറേജ് മാർക്ക് 10 മാർക്ക് ഇതിന് കൊടുക്കാവുന്നതാണ്. പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, നമുക്ക് നെറ്റ് ഇൻകം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, MM അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച് തുടങ്ങിയിട്ടുള്ള ഈ ഒരു മെത്തേഡ്സ് ബ്ലോക്ക് 3ൽ യൂണിറ്റ് 11ലാണ് വരുന്നത്. 6 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞപോലെ തന്നെ ഒരു 12 മാർക്സിനൊക്കെയാണ് ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു അഡ്വൈസ് ആണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിത് പഠിക്കുന്ന സമയത്ത് എങ്ങനെ, അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതാന്നുള്ളത്. നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ നമുക്കൊരു കീ പോയിന്റ്സും അതിന്റെ സ്റ്റെപ്സും ഫോർമുലാസും ഒക്കെ നോർമലി നമ്മളത് എഴുതി ഒരു ഔട്ട്ലൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒരു പോയിന്റ് പോലും വിട്ടു പോവാതെ നമുക്കത് റീകോൾ ചെയ്തെടുത്ത് എഴുതി എടുക്കാനായിട്ട്, കംപ്ലീറ്റ് എഴുതി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ എഴുതി പഠിക്കുന്ന സമയത്ത് ഒരു 1-2 തവണ നമുക്ക് ആൻസർ എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഒരു ടൈം ലിമിറ്റിനകത്ത് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. അതേപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, പ്രോബ്ലം സൈഡ് ഒക്കെ വരുന്ന സമയത്ത്, എക്സാമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പുതിയ വേർഡ്സും കാര്യങ്ങളും പുതിയ നമ്പേഴ്സും നമുക്കൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി അല്ലെങ്കിൽ ന്യൂമറിക്കൽ എക്സാമ്പിളൊക്കെ എഴുതിയിട്ട് പോകാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അല്ലാത്ത ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ബൈ ചാർട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 63% റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബാക്കി 37 ക്വസ്റ്റ്യൻസ് ആണ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നോർമലി വന്ന് കാണുന്നത് കേട്ടോ. ഇതുവരെയുള്ള ഒരു പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് 63% നമുക്ക് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രീവിയസ്ലി ചോദിച്ച് കണ്ടിട്ടുള്ള റിക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അല്ലാത്തത് ഒരു 37% അല്ലാത്തത് വരാറുണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ
ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അപ്പൊ നമ്മൾ ഈ ടോപ്പ് 10 വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വിടാതെ നന്നായിട്ട് തന്നെ നോക്കി പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ബ്ലോക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാച്ചുറൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, നേച്ചറും ഒബ്ജക്റ്റീവ് ഒക്കെ വരാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 80% ചോദിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഹൈയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഷോർട്ട് നോട്ട് അതിന്റെ ഫുട് നോട്ട് തന്നിട്ടുണ്ട്. അതാണ് ഈ റാഷണൽ ഫുട് നോട്ട് എന്നുള്ളത് തന്നിട്ടുള്ളത് കേട്ടോ. ഇനി അത് ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഫുട് നോട്ടുകളെ. ഇനി ഒന്നാമത്തെ ബ്ലോക്കിൽ തന്നെ രണ്ടാമത്തെ യൂണിറ്റിലെ ടൈം വാല്യൂ ഓഫ് മണി TVM ഇതും തന്നെ 70% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 4 റിസ്ക് ആൻഡ് റിട്ടേൺ ഇത് 60% എന്ന് വെച്ചാൽ ഒരു മീഡിയം ലെവലിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 5, 7 യൂണിറ്റ് എന്നുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, NPV, IRR, ARR, പേബാക്ക് തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സ് 80% ഹൈ ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഹൈലി ചോദിക്കാൻ ചാൻസ് ഉള്ള 80% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 9 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അത് 70% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ യൂണിറ്റ് 3 തന്നെ ബ്ലോക്ക് 3 നിന്ന് യൂണിറ്റ് 11 നിന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, നമ്മുടെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, MM, ട്രഡീഷണൽ അപ്രോച്ച് തുടങ്ങിയിട്ടുള്ള മെത്തേഡ്സ് അതൊരു 70% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബ്ലോക്ക് 5 നിന്നുള്ള യൂണിറ്റ് 17 വർക്കിംഗ് ക്യാപിറ്റൽ, അതിന്റെ കൺസെപ്റ്റ്, ടൈപ്സ്, ഡിറ്റർമിനൻസ് ഒരു 80% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലോക്ക് 4 നിന്നുള്ള യൂണിറ്റ് 13 16 ചോദിക്കുന്ന ഡിവിഡൻഡ് ടൈപ്സ്, പോളിസി, തിയറീസ് അതൊരു 50% മീഡിയം ലെവലാണ് വരുന്നത്. 50% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലോക്ക് 2 എന്നുള്ള യൂണിറ്റ് 8 എന്നുള്ള ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അത് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി എന്നുള്ള ടോപ്പിക് ഒരു 40% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ബ്ലോക്ക് 5 തന്നെ യൂണിറ്റ് 18 എന്നുള്ള ക്യാഷ് മാനേജ്മെന്റ് അതും തന്നെ മീഡിയം ലെവൽ ഒരു 40% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. പിന്നെ യൂണിറ്റ് 3 നിന്നുള്ള ബ്ലോക്ക് 3 നിന്നുള്ള യൂണിറ്റ് 10 ഒരു വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ 30% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ ലോ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ലോ പ്രയോറിറ്റി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബ്ലോക്ക് 5 എന്നുള്ള യൂണിറ്റ് 19 എന്നുള്ള റിസീവബിൾ മാനേജ്മെന്റ് അതും തന്നെ 30% ആണ്. ലോ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ബ്ലോക്ക് 5 എന്നുള്ള യൂണിറ്റ് 20 വരുന്ന ഇൻവെന്ററി മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക് അതും തന്നെ ഒരു 20% ആണ് ചോദിക്കാൻ ചാൻസ് വരുന്നത്. ലോ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ പ്രോബിലിറ്റി നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഫുട് നോട്ടുകളാണ് കേട്ടോ. ഏകദേശം എത്ര വേണം അല്ലെങ്കിൽ എത്ര പേപ്പറിൽ എത്ര തവണ ചോദിച്ചു തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഹൈ പ്രയോറിറ്റിയിൽ വന്നിട്ടുള്ളത് ടോപ്പിക് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ടൈം വാല്യൂ ഓഫ് മണി, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിലെ നമ്മുടെ NPV, IRR, ARR, പേബാക്ക് തുടങ്ങിയിട്ടുള്ള മെത്തേഡ്, പിന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, വർക്കിംഗ് ക്യാപിറ്റലിന്റെ കൺസെപ്റ്റ്, ടൈപ്സ്, ഡിറ്റർമിനൻസ് ഇത്രയാണ് നമുക്ക് ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഹൈ പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അത് പഠിക്കുക. അത് 2 തവണയെങ്കിലും നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാൽക്കുലേഷൻ ഒക്കെ നന്നായിട്ട് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കുക. നമുക്കത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളോടോ അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സിൽ ആരെങ്കിലും ഒരാൾ കിട്ടുവാണെങ്കിൽ അവരോട് ഇതിന്റെ ആൻസർ പോലെ തന്നെ നമ്മളതൊന്ന് പറഞ്ഞു നോക്കുക, പറഞ്ഞു പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ ഒരു സമ്മറി ഷീറ്റ് ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റെപ്പൊക്കെ വരുന്ന സമയത്ത് സ്റ്റെപ്പും ഫോർമുലാസ് ഒക്കെ നമ്മൾ സമ്മറി ഷീറ്റ് പോലെ ഒരു ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് അതിനകത്തൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഒന്നും കൂടെ ഒന്ന് റീകോൾ ചെയ്തിട്ട് എക്സാമ്പിളോട്ട് കയറാനായിട്ട് പറ്റും. അപ്പൊ ഈ രൂപത്തിലൊക്കെ ഈ ടോപ്പിക്കുകളെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മീഡിയം പ്രയോറിറ്റി വരുന്ന നമ്മൾ 40 to 69% വരുന്ന മീഡിയം പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് റിസ്ക് ആൻഡ് റിട്ടേൺ, ഡിവിഡൻഡ്, പോളിസി ആൻഡ് തിയറീസ് ആൻഡ് ടൈപ്സ്,
അതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി, ക്യാഷ് മാനേജ്മെന്റ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരു ഫ്ലാഷ് കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ കേസ് സ്റ്റഡി അല്ലെങ്കിൽ എക്സാമ്പിൾ ഒക്കെ സഹിതം റിവൈസ് ചെയ്തിട്ടൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഇതിന്റെ പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു 40% താഴെ വരുന്ന ലോ പ്രയോറിറ്റി. അപ്പൊ അങ്ങനെ വന്ന 3 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. വാല്യൂഷൻ ഓഫ് സെക്യൂരിറ്റീസും, റിസീവബിൾ മാനേജ്മെന്റും, ഇൻവെന്ററി മാനേജ്മെന്റും. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ നമ്മുടെ ഒരു സമ്മറി ഉണ്ടല്ലോ, സമ്മറി റീഡിലൊക്കെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെ എക്സാമ്പിളൊക്കെ എഴുതാനായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി എഴുതി വെക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പൊ ഈ രൂപത്തിൽ ഇത് ഇഗ്നോർ ചെയ്യേണ്ട, എന്നാലും ജസ്റ്റ് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് തന്നെ ഒന്ന് നോക്കാം കേട്ടോ. പിന്നെ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ ഇമ്പോർട്ടൻസിന്റെ അനുസരിച്ചിട്ട് ആ ഗ്രീനിൽ കാണുന്നതാണ് ഹൈ ആയിട്ട് വരുന്നത്, പിന്നെ ആ യെല്ലോയിൽ വരുന്നത് മീഡിയം ആണ്, റെഡിൽ വരുന്നത് ലോ റിലവൻസ് ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെ ഇതിനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കൊരു 60 to 70% വരുന്ന ക്വസ്റ്റ്യൻസിന് വരുന്നത് നമുക്ക് ഹൈ ടോപ്പിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 25 to 30 മാർക്സിനൊക്കെ ഒക്കെ വരുന്നുണ്ടാവും. അപ്പോൾ 30% നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലോ ലെവലും ആണ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഹയർ റെലവൻസിൽ വരുന്നത് 60 to 70 എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ നോക്കാം. പിന്നെ എന്നാൽ മീഡിയത്തിനും അത്ര കുറവല്ല, ഒരു മീഡിയം ലോ നന്നായിട്ട് തന്നെ മീഡിയം നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇനി ലോ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ എല്ലാം നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ ഹൈ ലെവലിൽ വരുന്നത് നന്നായിട്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ 2-3 തവണയൊക്കെ ചുരുങ്ങിയത് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമ്മൾ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലാസ്റ്റ് നമ്മൾ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, ആ ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് 100 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. 3 മണിക്കൂറാണ് നമുക്ക് സമയം കിട്ടുന്നുണ്ടാവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഈസ് ബിക്കമിങ് ആൻ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻസ് ഓഫ് മോഡേൺ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എക്സ്പ്ലെയിൻ ദിസ്. ഈ തന്നിട്ടുള്ള ഒരു കോട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഹൈലൈറ്റിംഗ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ കറന്റ് ബിസിനസ് ലാൻഡ്സ്കേപ്പ്. ഇപ്പോഴത്തെ ഒരു ലാൻഡ്സ്കേപ്പ് അനുസരിച്ച് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ മാക്സിമൈസേഷൻ. അപ്പൊ ഇത് ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ബ്ലോക്കിൽ അപ്പൊ എഴുതുന്ന സമയത്ത് നമുക്ക് അതിന്റെ നേച്ചറും ഒബ്ജക്റ്റീവും ഒക്കെ ചേർത്ത് എഴുതാനായിട്ട് പറ്റും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എ കമ്പനി റിസീവ്സ് 2 ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ, പ്രൊജക്ട് ആൽഫ ആൻഡ് പ്രൊജക്ട് ബീറ്റ. ഈച്ച് റിക്വയർസ് ആൻ ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് ₹8 lakh and both have a 5-year life. The expected net cash flow in rupees are, നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും നെറ്റ് ക്യാഷ് ഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട്. 5 വർഷത്തെ നെറ്റ് ക്യാഷ് ഫ്ലോ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇനീഷ്യൽ ഔട്ട്ലേ ആണെങ്കിൽ 8 lakh ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നെറ്റ് പ്രസന്റ് വാല്യൂ വേണം. അതുപോലെ തന്നെ രണ്ടിന്റെയും നെറ്റ് പ്രസന്റ് വാല്യൂ നമ്മൾ കാണണം. എന്നിട്ട് നമുക്കത് റെക്കമെൻഡ് ചെയ്യണം. ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അതാണ് എ ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ ബി വരുന്ന ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ലിമിറ്റേഷൻസ് ഓഫ് ദി എൻപിവി മെത്തേഡ്. എൻപിവി മെത്തേഡിൽ ലിമിറ്റേഷൻസ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് രണ്ടാമത്തെ ബ്ലോക്കിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന എൻപിവി മെത്തേഡ് അതിനകത്ത് വരുന്നതാണ്. ബ്ലോക്ക് 2 എന്നാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തിയറി ഉണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം ഉണ്ട്. രണ്ടും ഉണ്ട്. 20 മാർക്സിനാണ് നമുക്ക് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2 ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾ റെലവെന്റ് ടു ദ ഇന്ത്യൻ മാർക്കറ്റ്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിലെ ഇപ്പോൾ ഒരു റിയൽ ലൈഫിലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എക്സ്പെക്ടഡ് റിട്ടേൺ ആൻഡ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ യൂസിങ് ഹൈപ്പോത്തറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് സിനാരിയോ. ഇതും തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് സിനാരിയോ വെച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. റിസ്ക് ആൻഡ് റിട്ടേൺ എന്നുള്ള നമ്മുടെ ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 4th ക്വസ്റ്റ്യൻ, എ ഫേം ഹാസ് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ ദ ഇയർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh ഉണ്ട്. ഷെയറിന്റെ റേറ്റ് തന്നിട്ടുണ്ട് 100 ആണ്. പിന്നെ 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 6 lakh-ന്. 10% ഡിബഞ്ചേഴ്സ് ഉണ്ട് 8 lakh-ന്. പിന്നെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് വന്നിട്ട് EBIT നമുക്ക് തന്നിട്ടുണ്ട് 5 lakh ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ 30% ആണ്. കാണാൻ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. If the market value equal book value and the cost of equity is 14. Cost of equity തന്നിട്ടുണ്ട്
നമുക്ക് എന്ത് കാണണം, WACC നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ എ ഫേം ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ മേക്കിംഗ്. ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷനകത്ത് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താന്നുള്ളതും കൂടെ നമ്മളത് തിയറി, ഇപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യണം, അതേപോലെ തന്നെ അതിന്റെ തിയറി പാർട്ട് നമ്മളത് എഴുതാൻ വേണം കേട്ടോ. മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്, 20 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത്. ഇനി 5th ക്വസ്റ്റ്യൻ, ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഡിസ്കസ് 3 ഇന്റേണൽ ആൻഡ് 3 external factors that influence working capital requirements in a manufacturing company. അപ്പൊ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വരുന്ന 3 ഇന്റേണൽ 3 എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യണം നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ഒരു ഡിഫൈൻ ചെയ്യണം, അതിനുശേഷം അതിനെ അഫക്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാന്നുള്ളത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഫോളോയിങ് ഡാറ്റ ഈസ് ഗിവൺ ഫോർ എ ഫോം. റോ മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് 2 months, average production process time 1 month, finished goods in stock 1.5 month. അത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബേസിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. കഴിഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് 2 months, ക്രെഡിറ്റ് അലൗഡ് ടു സപ്ലൈസ് 1 month, ആവറേജ് മന്ത്ലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 2,40,000. കാൽക്കുലേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ് ക്യാഷ് കോസ്റ്റ് ബേസിസ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് നമ്മളത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ 5ാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ഇത് എഴുതുന്ന സമയത്ത് നമ്മുടെ കൺസെപ്റ്റ് ഫാക്ടേഴ്സും എല്ലാം എസ്റ്റിമേഷൻ ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. 20 മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് വരുന്നത്. ഇനി 6th ക്വസ്റ്റൻ ആണ് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ വിത്ത് അപ്രോപ്രിയേറ്റ് ഇലുസ്ട്രേഷൻസ്. നമ്മൾ അതിന്റെ തക്കതായിട്ടുള്ള ഒരു ഇലുസ്ട്രേഷൻ വെച്ച് തന്നെ നമ്മൾ എഴുതണം. NIE ആണ് എഴുതുന്നത്. നെറ്റ് ഇൻകം അപ്രോച്ചും അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് രണ്ടും നമ്മൾ എഴുതണം. അപ്പോൾ അതിന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് വിച്ച് അപ്രോച്ച് ഈസ് മോർ റെലവെന്റ് ഫോർ എ ഡെപ്ത് ഹെവി കമ്പനി ഇൻ ടുഡേസ് ഇക്കണോമിക് കണ്ടന്റ് കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഇക്കണോമിയുടെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് ഏതാണ് ഇതിൽ ബെസ്റ്റ് എന്നുള്ളത് കൂടെ ചേർത്തിട്ട് വേണം നിങ്ങളത് ആൻസർ ഫൈനലൈസ് ചെയ്യാനായിട്ട്. ഇത് 3ാമത്തെ ബ്ലോക്കിൽ നിന്ന് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി എന്നുള്ള ബ്ലോക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി 7th ക്വസ്റ്റ്യൻ, XYZ Limited paid a dividend of ₹4 per share last year. The company's earning and the dividend are expected to grow at 6% per annum. The required rate of return is 14%. Calculate the value of an equity share using the Gordon ഗ്രോത്ത് മോഡൽ. നമ്മുടെ ഗോർഡൻ ഗ്രോത്ത് മോഡൽ വെച്ചിട്ടാണ് ഇത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെക്ടഡ് ചെയ്യുന്ന ഒരു വർഷം എക്സ്പെക്ട് ചെയ്യുന്ന 6% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിവിഡൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എത്രയാണ് per ഷെയർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് എഴുതാനായിട്ട്. നെക്സ്റ്റ് പറയുന്നത്, ഡിസ്കസ് എനി 2 പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് വെൻ അപ്ലൈയിങ് ദ ഗോർഡൻ മോഡൽ ഇൻ റിയൽ വേൾഡ് വാല്യൂഷൻ. നമ്മൾ റിയൽ വേൾഡ് വാല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, പ്രാക്ടിക്കലി നമുക്കുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, നമ്മൾ രണ്ടെണ്ണെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇത് കൺക്ലൂഡ് ചെയ്യാൻ. ഡിവിഡൻഡ് തിയറീസിലെ ഡിവിഡൻഡ് വാല്യൂഷനിലെ ബ്ലോക്ക് 4ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ബഡ്ജറ്റിംഗ് ഇൻ ദ എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ബിസിനസ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ബഡ്ജറ്റിംഗിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിനകത്ത്, കമ്പനി ഹാസ് ദ ഫോളോയിങ് പ്രൊജക്റ്റഡ് ഡാറ്റ ഫോർ ദ നെക്സ്റ്റ് ക്വാർട്ടർ, ഓൾ വാല്യൂസ് ഇൻ റുപ്പീസ് ലാക്ക്. എമൗണ്ട് ലാക്കിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാല്യൂ വെച്ചിട്ട് ടേബിൾ തന്നിട്ടുണ്ട്. കുറച്ച് ഇൻഫർമേഷൻ കൂടെ ഉണ്ട്. 50% ഓഫ് സെയിൽസ് ആർ ഓൺ ക്രെഡിറ്റ് കളക്ടഡ് ഇൻ ദ ഫോളോയിങ് മന്ത്. ഓക്കെ, പർച്ചേസ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് പർച്ചേസ്. Rates or overheads are paid in the same month. Opening cash balance on 1st April is ₹6 lakh. ക്യാഷ് ബഡ്ജറ്റ് ആദ്യം പ്രിപ്പയർ ചെയ്യണം തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട്. അപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തെ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതും തന്നെ 5ാമത്തെ ബ്ലോക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാഷ് മാനേജ്മെന്റ് എന്നുള്ള ക്യാഷ് ബഡ്ജറ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ്. എക്സ്പ്ലനേറ്ററി നോട്ട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. 4 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ് വേഴ്സസ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മുടെ പേ ബാക്ക് പീരീഡും അതുപോലെ തന്നെ ARR തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അല്ലെങ്കിൽ ബേർഡിംഗ് ഹാൻഡ് തിയറി, നമ്മുടെ ബേർഡിംഗ് ഹാൻഡ് തിയറി ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റിസീവബിൾസ് മാനേജ്മെന്റ് ടെക്നിക്ക്. അതോടൊപ്പം തന്നെ മോഡിഗ്ലാനി ആൻഡ് മില്ലർ
അപ്രോച്ച് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഡിവിഡൻഡ് ഇറലവന്റ് തിയറി ആണ്. അപ്പൊ ഈ മൊഡിഗ്ലാനിയൻ മില്ലർ അപ്രോച്ച് ഈ 4 ഒരു ഷോർട്ട് നോട്ടാണ് തന്നിട്ടുള്ളത്, എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 2 നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ ഓരോന്നിനും 10 മാർക്ക് വീതമാണ്. 2 അറ്റൻഡ് ചെയ്യുമ്പോൾ 20 മാർക്ക്. ഇത് നമുക്ക് ബ്ലോക്ക് 2 എന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസലിന്, ബ്ലോക്ക് 4 എന്നുണ്ട് ഡിവിഡൻഡ് തിയറിന്ന്, ബ്ലോക്ക് 5 എന്നുണ്ട് റിസീവബിൾസിന്. അപ്പൊ ഇത്രയും 3 ബ്ലോക്ക് എന്നുള്ള 4 ഷോർട്ട് നോട്ട്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും 2 അറ്റൻഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ള പ്രെഡിക്റ്റീവിന്റെ ആൻസേഴ്സ് നന്നായിട്ട് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമ്മുടെ ലേൺ വൈസിന്റെ സ്റ്റുഡൻസിനാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ആപ്നത്തിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും, അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യും കൂടെ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ട്രെൻഡും പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് തന്നെ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.